നമുക്കിപ്പോൾ ശ്രീകോവിലിൽ സുമേഷ് കൃഷ്ണനുണ്ട്, എഴുത്തുകാരനാണ്, നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മകരവിളക്കിന്. എന്താണ് ഈ ഒരു നിമിഷത്തിൽ? സത്യത്തിൽ അതൊരു ഭാഗ്യമുള്ള സന്ദർഭമാണ്. കഴിഞ്ഞ 6 വർഷമായി ഞാൻ ഈ ഭാഗ്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വിചാരിച്ചിരിക്കാതെ വന്നൊരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിൽ കമൻട്രി പറഞ്ഞ് ആകാശവാണിക്ക് വേണ്ടി പറഞ്ഞ അധികം പേരുണ്ടാവില്ല. അത് ഞാൻ ഞെട്ടിപ്പോയി ഇത് കേട്ടപ്പോൾ. ആ അയ്യപ്പൻ തന്നെ വിളിച്ചതാണ്. സത്യം പറഞ്ഞാൽ അത് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹവും അയ്യപ്പൻ്റെ ഒരു വരവുമാണ്. അനുഗ്രഹം അല്ല വരം, വരം നടന്നേ തീരുമെന്നുള്ള അനുഗ്രഹത്തെയാണ് വരം എന്ന് പറയുക. എൻ്റെ കവിതയിലും എൻ്റെ വ്യക്തിജീവിതത്തിലും സാഹിത്യ ജീവിതത്തിലും അധ്യാപന ജീവിതത്തിലും ഓരോ തവണ ഇവിടെ വന്നു പോകുമ്പോഴും പിന്നീട് വളരെ സാർത്ഥകമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന ആ ഒരു നിമിഷം, അത് ഓരോ തീർത്ഥാടകരെയും സംബന്ധിച്ച് വലിയൊരു... തീർച്ചയായും ഓരോ തീർത്ഥാടകരും അത് കാണാനാണല്ലോ ഇത്രയും നമ്മളൊക്കെ വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇതെല്ലാം നമ്മളെ കടന്നു വരുന്നത് സത്യത്തിൽ ഈ ധന്യമായ ആ ജ്യോതി കണ്ട് തൊഴാൻ വേണ്ടിയിട്ടാണ്. അത് അറിവിന്റെ, അത് ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഒരു ജ്യോതിസാണ്. എല്ലാത്തരം സർഗാത്മകതയുടെയും എല്ലാത്തരം സൗകുമാര്യതയുടെയും ഒരു ജ്യോതിസാണ്. ആ വിഗ്രഹത്തിലൊന്ന് നോക്കിയാൽ ആർക്കാണ് കണ്ണെടുക്കാൻ തോന്നുക? എത്ര തന്നെ ഇരുൾ വീഴ്ചകൾ ഉണ്ടായാലും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ആത്മീയ ജ്യോതിസാണ് അയ്യപ്പനുള്ളതിന് മറ്റ് തെളിവുകൾ വേണ്ട. ഇങ്ങനെ ഈ ഒരു ശ്രേണി നിലയ്ക്കാതെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ പല ഭാഗത്തുനിന്നും. ഇന്നലെ ഞാൻ ഒരാളിനെ പരിചയപ്പെട്ടു. ദുബായിൽ നിന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് മകരവിളക്ക് തൊഴാൻ വരികയാണ്. അദ്ദേഹം എത്ര ദൂരെ നിന്നാണ് വരുന്നത്. അത് എല്ലാ ആളുകളും എവിടെയൊക്കെ ഉള്ള ആളുകളുണ്ടോ, ഭക്തരുണ്ടോ, അവിടെ നിന്നൊക്കെ ഭക്തർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു എഴുത്തുകാരെന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത്. വിജയകുമാർ, അതാണ് ആ ഒരു ധന്യ നിമിഷത്തിനായി ഓരോ തീർത്ഥാടകരും കാത്തിരിക്കുകയാണ്. കാരണം ഈ ദിവസങ്ങളോളം ശബരിമല സന്നിധാനത്ത് തങ്ങി ഈ മകരജ്യോതി കാണാനായി കാത്തിരിക്കുന്നവരുണ്ട്. ഈ തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള അയ്യപ്പനെ കാത്തിരിക്കുന്നവരുണ്ട്. നമുക്ക് ആ ഒരു ഫ്ലൈ ഓവറിലേക്ക് നോക്കിയാൽ നേരത്തെ തീർത്ഥാടകരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഈ ഫ്ലൈ ഓവറിലൊക്കെ തന്നെ തീർത്ഥാടകർക്ക് ഈ ദീപാരാധനയും മകരജ്യോതിയും കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നിയന്ത്രണങ്ങളോടെയാണ് ചുരുക്കം തീർത്ഥാടകരെ ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ കടത്തിവിട്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെ അവിടെ ഇതിനോടകം തന്നെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ പല ഭാഗങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകർ ഈ ദീപാരാധനയ്ക്കും ഒപ്പം മകരജ്യോതിക്കും സാക്ഷിയായി ഇവിടെ ഇരിപ്പുണ്ട്. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം നീണ്ട കാത്തിരിപ്പുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ നമുക്ക് തീർത്ഥാടകരെ ഒക്കെ തന്നെ ശബരിമല സന്നിധാനത്ത് കാണാം. അവർക്കൊക്കെ തന്നെ ഓരോ കഥകളുണ്ട്. അയ്യപ്പൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ, അതിനൊക്കെ തന്നെ ഓരോരോ കഥകളാണ് ഓരോ തീർത്ഥാടകരെയും സംബന്ധിച്ചുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.